Hi everyone, welcome back to a beautiful video of Shan's Little Heart. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ന്യൂട്ടല്ല നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ എങ്ങനെ ന്യൂട്ടല്ല തയ്യാറാക്കാമെന്ന് ഞാനിന്ന് കാണിക്കാം. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ന്യൂട്ടല്ല തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഈ ഒരു കപ്പ് അളവിൽ 2 കപ്പ് പീനട്ടാണ് ഇവിടെ എടുക്കുന്നത്. ആദ്യം നമുക്ക് പീനട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 കപ്പ് പീനട്ട് നമുക്ക് ഇവിടെ എടുക്കാം. പീനട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല യൂസ് ചെയ്തിട്ടും ഇതേപോലെ ഉണ്ടാക്കാം. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് പീനട്ടാണെന്ന് മാത്രം. നമുക്ക് അടുപ്പിലൊരു ചട്ടി നല്ലോണം ചൂടാക്കിയിട്ട് കടല ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ഉപ്പിലിട്ടിട്ടൊക്കെയാണ് കടല വറുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വറുത്തതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് വറുക്കാൻ. ഉപ്പോ അതുപോലെ തന്നെ മണലൊക്കെ യൂസ് ചെയ്തിട്ടാണ് വറുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകുതി നേരം കൊണ്ട് തന്നെ ഈസി ആയിട്ട് കടല വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കടല ഇവിടെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഒന്ന് പെട്ടെന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ കടലയൊക്കെ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് കളയാം. അങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ 1 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ച കടല ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചു വെച്ച കടല പഞ്ചസാര മിക്സിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഓയിലും കൂടെ ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം.
അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ പേസ്റ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്ടെല്ല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ ഈസി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ കാഴ്ചകളും പുതിയ വിഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.